Hi dears, welcome back to our next EVS class. This is our 25th class. Okay, all are ready? Okay. Did you finish your last class? Questions and digestion words and conduct test paper? Okay. In the previous class, we have learned our 8th chapter, Fit and Healthy. What are the importance of healthy, fit and healthy? And study what are the different forms of fit and different different good habits. We follow different good habits. What are the different good habits you studied? First, regular exercise, and second, eating good food, and we must follow good posture. This we studied. And what are the different forms of exercise? Yes, walking, running, skipping, and cycling, swimming, etc. are the different forms of exercise. And eating good food, and we must eat all kinds of food and eat fruits and vegetables, and avoid chips, burgers, pizzas, etc. we must avoid. And we must follow good posture. Good posture. Posture. Correct, straight. Okay? And today we will discuss our next factor, rest and sleep. All of you take rest and sleep. Daily we must take rest and sleep. Okay? The body gets tired. എന്തിനു വേണ്ടിയാണ് നമ്മൾ ടേക്ക് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് വേണ്ടത്? എന്തിനു വേണ്ടിയാണ്? ദി ബോഡി ഗെറ്റ്സ് ടയേർഡ് ആഫ്റ്റർ വർക്ക് ആൻഡ് പ്ലേ. അല്ലേ, നമ്മുടെ ബോഡി എന്താവും? നമ്മളെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കളിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡി എന്തായി? ടയേർഡാവും, അല്ലേ, ക്ഷീണിക്കും. ആ സമയത്ത് നമുക്ക് എന്ത് വേണം? റെസ്റ്റ് എടുക്കണം. വി മസ്റ്റ് ടേക്ക് റെസ്റ്റ്, അല്ലേ? ഇറ്റ് നീഡ്സ് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. ഈ സമയത്ത് നമുക്ക് റെസ്റ്റും സ്ലീപ്പും അത്യാവശ്യമാണ്. വി മസ്റ്റ് സ്ലീപ്പ് ഏർലി ആൻഡ് ഗെറ്റ് അപ്പ് ഏർലി. അല്ലേ, നമ്മൾ വി മസ്റ്റ് സ്ലീപ്പ് ഏർലി ആൻഡ് ഗെറ്റ് അപ്പ് ഏർലി. നേരത്തെ ഉറങ്ങണം, അതുപോലെ തന്നെ നേരത്തെ എഴുന്നേൽക്കണം. എന്താണ് ഗുഡ് മാനർ. നല്ല രാത്രി ഒത്തിരി വൈകി ഉറങ്ങി നേരം വെളുത്ത് കുറേ വൈകി എഴുന്നേൽക്കാൻ പാടുണ്ടോ? പറ്റുമോ? ഇല്ല, ഇത് നല്ല ശീലമല്ല. ഏതാണ് നല്ല ശീലം? ഗുഡ് ഹാബിറ്റ് ഏതാണ്? വി മസ്റ്റ് സ്ലീപ്പ് ഏർലി ആൻഡ് ഗെറ്റ് അപ്പ് ഏർലി. എങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി എന്താവുള്ളൂ? ഫിറ്റ് ആൻഡ് ഹെൽത്തി ആവുള്ളൂ. നമ്മളെ ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റെസ്റ്റ് എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്യണം. വി മസ്റ്റ് ഏർലി സ്ലീപ്പ് ആൻഡ് ഏർലി ഇൻ ദി വേക്കപ്പ്. അണ്ടർസ്റ്റാൻഡ്? ആൻഡ് വി മസ്റ്റ് സ്ലീപ്പ് ഫോർ 8 hours എവരി ഡേ, എവരി നൈറ്റ്. എല്ലാ രാത്രിയും അറ്റ്ലീസ്റ്റ് 8 hours, 8 മണിക്കൂർ നമ്മൾ ഉറങ്ങിയിരിക്കണം. എന്താണ്? വി മസ്റ്റ് സ്ലീപ്പ് ഫോർ 8 hours എവരി നൈറ്റ്. ആൻഡ് ഇഫ് വി എക്സസൈസ്, ഈറ്റ് ഗുഡ് ഫുഡ് ആൻഡ് ടേക്ക് പ്രോപ്പർ റെസ്റ്റ്, വി വിൽ റിമെയിൻ ഫിറ്റ് ആൻഡ് ബിക്കം ഹെൽത്തി. എന്താക്കുന്നു? നമ്മളെ ഫിറ്റായിട്ട് ഹെൽത്തി ആകുന്നത് എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? എക്സസൈസ്, ഈറ്റ് ഗുഡ് ഫുഡ്, ഗുഡ് പോസ്ചർ ആൻഡ് ടേക്ക് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. വി വിൽ റിമെയിൻ ഫിറ്റ് ആൻഡ് ബിക്കം ഹെൽത്തി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ എന്താവും? നമ്മൾ തീർച്ചയായിട്ടും ഫിറ്റായിട്ടും ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മുടെ ബോഡിയെ സംരക്ഷിക്കാം. അണ്ടർസ്റ്റാൻഡ്? ആൻഡ് ഓൾ ഓഫ് യു ടേക്ക് the 186 page. Take rest and sleep. If you take the next this page, take നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൻ്റെ ബാലൻസ് ആണ്. നെക്സ്റ്റ് ഫോംസ് ഓഫ്
ഫിറ്റ് ആൻഡ് ഹെൽത്തി. ഫസ്റ്റ് നമ്മൾ എക്സസൈസ് കണ്ടു, സെക്കൻഡ് ഗുഡ് ഫുഡ് ആൻഡ് ഗുഡ് പോസ്ചർ, ആൻഡ് ദെൻ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. റെസ്റ്റും വേണം, സ്ലീപ്പും വേണം. അപ്പോൾ എന്തിനു വേണ്ടിയാണ്? ഹൗ ഡു വി ഗെറ്റ് ടേക്ക് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്? ദി ബോഡി ഗെറ്റ്സ് ടയേർഡ് ആഫ്റ്റർ വർക്ക് ആൻഡ് പ്ലേ. അല്ലേ, നമ്മുടെ ബോഡി എന്താവുന്നു? ബോഡി ഗെറ്റ്സ് ടയേർഡ് ആഫ്റ്റർ വർക്ക് ആൻഡ് പ്ലേ, സോ ഇറ്റ് നീഡ്സ് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മുടെ ബോഡി ടയേർഡായി കഴിയുമ്പോൾ നമുക്ക് we need take rest and sleep. Understand? Okay, all of you read. The body gets sleep and rest and sleep. Rest and sleep. All of you read. The body gets tired. The body gets tired after work and play. It needs rest and sleep. It needs rest and sleep. We must sleep early and get up early. We must sleep early and get up early. Then we must sleep for 8 hours every night. We must sleep for 8 hours every night. എല്ലാ രാത്രിക്കും we must sleep for 8 hours. എന്താണ്? We must sleep for 8 hours every night. എല്ലാ രാത്രിയും അറ്റ്ലീസ്റ്റ് 8 അവേഴ്സെങ്കിലും ഉറങ്ങിയിരിക്കണം. Then if we exercise, eat good food and take proper rest, we will remain fit and become healthy. എന്തൊക്കെയാണ്? If we exercise, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ, eat good food, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, and take proper rest, നല്ല റെസ്റ്റ് എടുക്കുമ്പോൾ ഒക്കെ we will remain fit and become healthy. നമ്മൾ എന്താവുന്നു? we will remain fit and healthy. നമ്മുടെ ബോഡി നല്ല ഫിറ്റായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു. ഓക്കെ, once more reading. Rest and sleep. The body gets tired after work and play. It needs rest and sleep. We must sleep early and get up early. We must sleep for 8 hours every night. If we exercise, eat good food and take proper rest, we will remain fit and become healthy. Okay? Understand? And quick check. We should sleep for dash hours every night. എത്ര hours വേണം? Yes, 8 hours. We should sleep for 8 hours every night. You must read, write here 8 hours. We should sleep for 8 hours every night. Finished? Okay. And let us recall, to be fit and healthy. First, different forms: exercise, good food, good posture, take rest and sleep, healthy habits. ഇതൊക്കെയാണ് എക്സസൈസ്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എക്സസൈസ്: വാക്കിംഗ്, റണ്ണിങ്, സ്വിമ്മിങ്, സൈക്ലിംഗ്, സ്കിപ്പിംഗ്. ആൻഡ് ഗുഡ് ഫുഡ്: eat all kinds of food, eat lots of fruits and vegetables, do not eat too much of chips, burgers and pizzas, and rest. Sleep for 8 hours. And healthy habits: wake up early, eat healthy breakfast. Wake up early and eat healthy breakfast. This chapter over. Okay. And all of you take the notebook and write. Here not write in tough words. ടഫ് വേർഡ്സ് ഒന്നും ഇവിടെ നമുക്ക് ഇല്ല. അപ്പോൾ എന്താണ്?
ക്വസ്റ്റ്യൻ ആൻസർ മാത്രം എഴുതാം കേട്ടോ. എന്നിട്ട് ബാലൻസ് എക്സസൈസ് പാർട്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് ദി നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ഡിറ്റക്ഷൻ വേർഡ്സ് ഇല്ല, ക്വസ്റ്റ്യൻ ആൻസർ മാത്രം കേട്ടോ. 2 ക്വസ്റ്റ്യൻസ്. റൈറ്റ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വി റോട്ട് അല്ലേ. നെയിം ഇൻ 2 forms of exercise. അതിൻ്റെ 2 forms. Walking and running are the 2 forms of exercise. Studied. Okay. And second, why do we need good food? എന്തിനു വേണ്ടിയാണ് ഗുഡ് ഫുഡ് കഴിക്കുന്നത്? എന്തിനാണ്? യെസ്, വി നീഡ് ഗുഡ് ഫുഡ് ടു ബി ഫിറ്റ് ആൻഡ് ഹെൽത്തി അല്ലേ. ഫിറ്റായിട്ടും ഹെൽത്തി ആയിട്ടും ആക്കാൻ വേണ്ടി വി ഈറ്റ് ഗുഡ് ഫുഡ്. വി റോട്ട് ആൻഡ് സ്റ്റഡി വെൽ. ആൻഡ് റൈറ്റ് തേർഡ് ക്വസ്റ്റ്യൻ. What will happen if we do not get enough rest? What will happen? Third. What will happen? എന്ത് സംഭവിക്കും? എന്താണ് what will happen എന്ന് പറഞ്ഞാൽ? എന്ത് സംഭവിക്കും? What will happen if we do not get enough rest? Get enough rest. ENOUGH എന്താണ്? ഇനഫ്, വേണ്ടുവോളം, അത് ആവശ്യത്തിന്. ഇനഫ് റെസ്റ്റ്, REST. ആവശ്യത്തിന് റെസ്റ്റ് ഇല്ലെങ്കിൽ, വി ഡു നോട്ട് ഗെറ്റ് ഇനഫ് റെസ്റ്റ്, നമുക്ക് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി ഡു നോട്ട് ഗെറ്റ് ഇനഫ് റെസ്റ്റ്? നമുക്ക് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും? അണ്ടർസ്റ്റാൻഡ് ക്വസ്റ്റ്യൻ? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി ഡു നോട്ട് ഗെറ്റ് ഇനഫ് റെസ്റ്റ്? നമുക്ക് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുക? എന്താ സംഭവിക്കുക? നമുക്ക് റെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇഫ് വി ഡു നോട്ട് ഗെറ്റ് ഇനഫ് റെസ്റ്റ്, ക്വസ്റ്റ്യൻ നമ്മളെ ക്വസ്റ്റ്യൻ തന്നെ എഴുതി തുടങ്ങുക. ഇഫ് വി ഡു നോട്ട് ഗെറ്റ് ഇനഫ് റെസ്റ്റ്, അത്രയും ആൻസർ വരുന്നുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ തന്നെയുള്ള ആൻസറാണ്. ആൻസർ ഇഫ് വി, അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ തുടങ്ങുക കേട്ടോ. ഇഫ് വി ഡു നോട്ട് ഗെറ്റ് ഇനഫ് റെസ്റ്റ്, ENOUGH, ഇനഫ് റെസ്റ്റ്, എന്ത് സംഭവിക്കും? ഇഫ് വി ഡു നോട്ട് ഗെറ്റ് ഇനഫ് റെസ്റ്റ്, നമുക്ക് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അവർ ബോഡി വിൽ ബി ടയേർഡ്. എന്ത് സംഭവിക്കാം? അവർ ബോഡി വിൽ ബി, നമ്മുടെ ബോഡി എന്താവും? ടയേർഡ് ആവും. അവർ ബോഡി വിൽ ബി ടയേർഡ്. TIRED, ടയേർഡ്. നമുക്ക് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അവർ ബോഡി വിൽ ബി ടയേർഡ്. ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ if we do not get enough rest? Answer, if we do not get enough rest, what will happen? Our body will be tired. എന്താ സംഭവിക്കുക? നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം ടയേർഡ് ആവും. ടയേർഡ് മീൻസ് ക്ഷീണിക്കുക. വിൽ ബി ടയേർഡ്, ക്ഷീണിക്കും. നമ്മുടെ ശരീരം ക്ഷീണിച്ചു പോകും. അണ്ടർസ്റ്റാൻഡ്? Study now. What will happen if we do not get enough rest? എന്താണ് സംഭവിക്കുക? നമ്മളുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇഫ് വി ഡു നോട്ട് ഗെറ്റ് ഇനഫ് റെസ്റ്റ്, ആ ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കണം, അതുപോലെ ആൻസറും പഠിക്കണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ പകുതി ആൻസർ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് അല്ലേ? ഇത് നിങ്ങൾക്ക് കുറച്ച് മാത്രം പഠിച്ചത്. അവർ ബോഡി വിൽ ബി ടയേർഡ്, അത് മാത്രമുള്ള ആൻസർ വരുന്നത്. നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ടത് ഇതൊക്കെ ക്വസ്റ്റ്യനിലുള്ളതാണ്. ഇഫ് വി ഡു നോട്ട് ഗെറ്റ് ഇനഫ് റെസ്റ്റ്, എന്താ സംഭവിക്കുക? അവർ ബോഡി വിൽ ബി ടയേർഡ്. അവർ ബോഡി വിൽ ബി ടയേർഡ്. ഓക്കെ, ഫിനിഷ്ഡ്? Okay, finished? And write fourth question. Write the question number 4. What 3 things should we do remain fit and healthy?
ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത് തന്നെ അല്ലേ? ഈ ക്ലാസ്സുകൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് 3 things should we do to remain fit and healthy. നമ്മുടെ ബോഡി ഫിറ്റായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാൻ വേണ്ട 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ 2 ദിവസം കൊണ്ട് പഠിച്ചത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ചുരുക്കി എഴുതുക? വാട്ട് 3 things, ക്വസ്റ്റ്യൻ റൈറ്റ്, വാട്ട് 3 things what 3 things should we do should we do to remain fit and healthy. What 3 things should we do to remain fit and healthy? നമ്മുടെ ബോഡിയെ ഫിറ്റായിട്ടും ഹെൽത്തി ആയിട്ടും നിലനിർത്താൻ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാം? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്? നമ്മുടെ ബോഡിയെ ഫിറ്റായിട്ട് നിലനിർത്താൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ, 4 കാര്യങ്ങൾ പഠിച്ചു. ഇവിടെ 3 ചോദിച്ചിട്ടുള്ളൂ. എന്തൊക്കെയാണ്? വി ഷുഡ് എക്സസൈസ് റെഗുലർലി അല്ലേ? ഫസ്റ്റ് എന്താണ്? എക്സസൈസ് റെഗുലർലി. വി ഷുഡ് ആൻസർ എന്താ? വി ഷുഡ് നമ്മൾ ചെയ്യണം. വി ഷുഡ് SHOULD we should exercise regularly. EXERCI exercise regularly. REGU regular LARLY regularly. We should exercise regularly. പിന്നെ eat good food അല്ലേ? പിന്നെ എന്ത് വേണം? eat good food. good food കഴിക്കണം. eat good food and take proper rest and take proper rest. PROPE proper. Okay. What 3 things should we do to remain fit and healthy? ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? ഫസ്റ്റ് എക്സസൈസ് റെഗുലർലി. വി ഷുഡ്, അത് എല്ലാത്തിനും കൂടെ വരുന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. വി ഷുഡ് നമ്മൾ ചെയ്യണം എക്സസൈസ് റെഗുലർലി. സെക്കൻഡ് ഈറ്റ് ഗുഡ് ഫുഡ്, നല്ല ഭക്ഷണം കഴിക്കണം. ആൻഡ് ടേക്ക് പ്രോപ്പർ റെസ്റ്റ്, നല്ല റെസ്റ്റ് എടുക്കണം. 3 കാര്യങ്ങൾ മാത്രം നമുക്ക് എഴുതി പഠിച്ചാൽ മതി കേട്ടോ. What 3 things should we do to remain fit and healthy? Answer: we should exercise regularly, eat good food and take proper rest. Take a proper rest. Finished? Okay. Desk. And all of you take the textbook next page, 10th next page, 187. 187, page number 187. Exercise. This finished? Have you desk? And after the class I will send this. Okay. All of you take exercise part. First, A. Color the correct box in red.
നിങ്ങൾ റെഡ് കളർ കൊണ്ടാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കളർ എടുക്കാൻ പോകണ്ട, ക്ലാസ് കഴിഞ്ഞിട്ട് കളർ ഇപ്പോൾ നിങ്ങൾ പെൻസിലും കൊണ്ട് ടിക്ക് ചെയ്ത് പോവാം കേട്ടോ. ആഫ്റ്റർ ദി ക്ലാസ് യു ഷുഡ് കളർ കേട്ടോ, ഫിൽ വിത്ത് കളർ. ഓക്കെ, റെഡി? all of you take all of you, this part, color the correct box in red. First, to get energy to work and play, we need food or water. Two options under food: A, food, and B, water. To get energy to work and play. To get energy to work and play, we need, നമുക്ക് വർക്ക് ആൻഡ് പ്ലേ, ജോലിക്കും കളിക്കാനും ഒക്കെ, ജോലി ചെയ്യാനും കളിക്കാനും ഒക്കെയുള്ള എനർജി കിട്ടുന്നത് എവിടെ നിന്നാണ്? ഫുഡ് ഓർ വാട്ടർ. വാട്ടർ മാത്രം ഉണ്ടെങ്കിൽ ആവോ? വെള്ളം മാത്രം കുടിച്ചാൽ നമുക്ക് ഉള്ള എനർജി കിട്ടുമോ? ഇല്ല. എന്ത് വേണം? ഫുഡ് വേണം അല്ലേ? ഫസ്റ്റ് ഹിയർ എ, ഫുഡ്. യു പുട്ട് ഹിയർ, പുട്ട് ടിക്ക് എ, ഫുഡ്. ഫസ്റ്റ് ഫുഡ്, ടിക്ക് ഫുഡിൻ്റെ കോളം ടിക്ക് ചെയ്യുക കേട്ടോ. ആൻഡ് റീഡ് 5 times. To get energy to work and play, we need food. Once more. To get energy to work and play, we need food. നമുക്ക് എനർജി ടു വർക്ക് ആൻഡ് പ്ലേ, ജോലി ചെയ്യാനും കളിക്കാനുമുള്ള എനർജി നമുക്ക് കിട്ടുന്നത് we need food. എന്ത് വേണം? ഫുഡ് വേണം. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? വൺസ് മോർ. To get energy to work and play, we need food. And second, we should avoid eating too much of fruits or chips. കൂടുതൽ നമ്മൾ എന്താണ് ഒഴിവാക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ. വി ഷുഡ് അവോയ്ഡ് ഈറ്റിംഗ് ടു മച്ച്, കൂടുതലായിട്ട് കഴിക്കുന്നത് അല്ലേ? ചിപ്സൊക്കെ കൂടുതൽ കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം എന്നാണ് അല്ലേ? വി ഷുഡ് അവോയ്ഡ് ഈറ്റിംഗ് ടു മച്ച് ഓഫ് ചിപ്സ്. സെക്കൻഡ്, ചിപ്സ്, CHIPS. നമ്മൾ അധികമായിട്ട് ചിപ്സും ബർഗേഴ്സും പിസ്സാസും ഒക്കെ കഴിക്കരുതെന്ന് പറഞ്ഞു അല്ലേ? അതാണ് എന്ത്? വി ഷുഡ് അവോയ്ഡ് ഈറ്റിംഗ് ടു മച്ച് ഓഫ് ചിപ്സ്. പുട്ട് ഹിയർ ചിപ്സ് കോളം, പുട്ട് ടിക്ക്. ആൻഡ് ആഫ്റ്റർ യു ഫിൽ ദിസ് വിത്ത് റെഡ് കളർ കേട്ടോ. റെഡ് ഉപയോഗിച്ച് നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യുക. ഇപ്പോൾ ടിക്ക്. ഓക്കെ, ആൻഡ് റീഡിങ്. വി ഷുഡ് അവോയ്ഡ് ഈറ്റിംഗ് ടു മച്ച് ഓഫ് ചിപ്സ്. നെക്സ്റ്റ്, ദെൻ വൺസ് മോർ. വി ഷുഡ് അവോയ്ഡ് ഈറ്റിംഗ് ടു മച്ച് ഓഫ് ചിപ്സ്. കൂടുതലായിട്ട് ചിപ്സ് കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. അണ്ടർസ്റ്റാൻഡ്? ആൻഡ് ദെൻ നെക്സ്റ്റ്, തേർഡ്, വി മസ്റ്റ് ഡു ദിസ് ഫോർ 8 hours എവരി ഡേ. വി മസ്റ്റ്, നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. ഇത് ഏത്? 8 hours എവരി ഡേ. 8 hours ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു നമ്മൾ കണ്ടത്? കളിക്കണം എന്നാണോ അതോ ഉറങ്ങണം എന്നാണോ പറഞ്ഞേ? കളിക്കണം എന്നാണോ? നോ, ഉറങ്ങണം അല്ലേ? സ്ലീപ്പ്. വി മസ്റ്റ് ഡു ദിസ് ഫോർ 8 hours എവരി ഡേ. സ്ലീപ്പ്. തേർഡ്, സ്ലീപ്പ്. SLEEP അല്ലേ? 8 hours നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം എന്താണ്? സ്ലീപ്പ്. We must do this for 8 hours every day. Sleep column, put tick. And read. We must do this for 8 hours every day. Sleep. Okay, once more. We must do this for 8 hours every day. Sleep. And then 4, we should wake up. Late or early? We should wake up. എപ്പോഴാണ്? ലേറ്റ് ആയിട്ടാണോ ഏർലി ആണോ എഴുതിക്കേണ്ടത്? യെസ്, ഏർലി. ഏതാണ്? ഏർലി. ലേറ്റ് ആയിട്ടാണോ? അല്ല, ഏർലി. ഏർലി ഇൻ ദി മോർണിംഗ്. ആൻഡ് ഏർലി ഇൻ ദി നൈറ്റ് വി സ്ലീപ്പ് ആൻഡ് വേക്ക് അപ്പ് ഏർലി ഇൻ ദി മോർണിംഗ്. We should wake up early. Early column, B column, you put tick for early. EARLY. Early.
We should wake up early in the morning. Okay, finished? And reading, we should wake up early in the morning. Once more, we should wake up early in the morning. Understand? And take the next page, turn the next page, life skills. Life skills. Read, write T for true statement and F for false statement. True statement നേരെ T കൊടുക്കുക, false statement നേരെ F കൊടുക്കുക. തെറ്റായ സംഗതിക്ക് F കൊടുക്കുക, ശരിയായ സ്റ്റേറ്റ്മെന്റിന് T കൊടുക്കുക. Understand? We should sleep early and wake up early. We should sleep early and wake up early. Is correct or incorrect? We should sleep early. ഏളിയിൽ ഉറങ്ങണം, അതുപോലെ ഏളിയായിട്ട് ഏളിയിൽ എണീക്കണം. നേരത്തെ ഉറങ്ങണം, നേരത്തെ എഴുന്നേൽക്കണം. Correct? Yes, it is correct. So here put T. Number one T. Correct statement ആണല്ലേ? So put here T. We should sleep, and reading 5 times. We should sleep early and wake up early. Okay? Once more. We should sleep early and wake up early. Understand? And second, exercise make us sick. Exercise നമ്മളെ sick ആക്കുന്നു, രോഗികളാക്കുന്നു. Is it correct? Exercise നമ്മളെ രോഗികളാക്കുകയാണോ ചെയ്യുന്നത്, ഹെൽത്തി ആക്കുകയാണോ ചെയ്യുന്നത്? Yes, healthy. Exercise make us healthy. So this statement is false statement. So put F. Second F, false. Exercise make us sick, false statement. Answer എങ്ങനെയാണ് വരുന്നത്? Exercise make us fit and healthy. Exercise നമ്മളെ fit ആക്കുന്നു, healthy ആക്കുന്നു. So this statement is false statement. So put here F. Okay? Once more, exercise make us sick, false statement. Okay? Third, we should eat lots of chips, burgers and pizzas. We should eat lots of chips, burgers and pizzas. Is correct? No. We should avoid lot of chips, burgers and pizzas. That is correct. So here put F. This statement is false statement. F. നമ്മൾ lot of ചിപ്സും ബർഗേഴ്സും പിസ്സാസും ഒക്കെ കഴിക്കണം എന്നാണ് പറഞ്ഞത്. കഴിക്കരുത് അല്ലേ? അവോയ്ഡ്. We should avoid. So this statement is false statement. Here put F. We should eat lots of chips, burgers and pizzas. This statement is false statement. Right here F. Third F. Okay? And 4, a good posture helps us stay fit and healthy. A good posture helps us നമ്മളെ നല്ല പോസ്ചർ എന്താക്കുന്നു? ഫിറ്റ് ആൻഡ് ഹെൽത്തി ആക്കുന്നു അല്ലേ? Is it correct? Is it correct? Yes, it is correct statement. So here in 4 T, true. A good posture make us, helps us stay fit and healthy. നമ്മളെ ഫിറ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരുത്തും. ഏത്? ഗുഡ് പോസ്ചർ. So it is correct. Here you put T. Okay? A good posture help us stay fit and healthy. It is correct. And 5th, we must sleep for 12 hours each night. We must sleep for 12 hours. വേണോ? 12 മണിക്കൂർ ഉറങ്ങണോ? We must sleep for 12 hours. 12 മണിക്കൂർ ഉറങ്ങണമെന്നാണ് പറഞ്ഞത്. എത്ര മണിക്കൂറാണ്? At least 8 hours. So this statement is false.
We must sleep for 12 hours each night. It is false statement. So put F. Once more reading. We must sleep for 12 hours each night. 8 hours ഉറങ്ങാൻ പാടുള്ളൂ. 12 മണിക്കൂർ ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. So it is false statement. Okay? Finished? And values for life. നമ്മുടെ ജീവിതത്തിൽ വേണ്ട മൂല്യങ്ങൾ. Draw. എന്തൊക്കെയാണ്? സ്മൈലിംഗ് ഫേസ് ആൻഡ് ക്രൈയിങ് ഫേസ് ആണ് കേട്ടോ. ഡ്രോ ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് ബാഡ് ഹാബിറ്റ് ആണ്. ഗുഡ് ഹാബിറ്റിന് ഏതാണ്? സ്മൈലിംഗ് ഫേസ് അല്ലേ? എന്താണ് ഇത്? ഗുഡ് ഹാബിറ്റ്, ഇത് ബാഡ് ഹാബിറ്റ് അല്ലേ? ബാഡ് ഹാബിറ്റിന് ക്രൈയിങ് ഫേസും ഗുഡ് ഹാബിറ്റിന് സ്മൈലിംഗ് ഫേസും. ഹിയർ ഇൻ ദിസ് സർക്കിൾ യു ഡ്രോ. ഓക്കെ? വാച്ചിങ് ടി വി ആൻഡ് പ്ലേയിങ് കമ്പ്യൂട്ടർ ഗെയിംസ് ടിൽ ലേറ്റ് അറ്റ് നൈറ്റ്. രാത്രി കുറേ വൈകി ടി വി കാണണം, അതുപോലെ ഗെയിംസ് കളിക്കുന്നത് എന്താണ്? ദിസ് ഫേസ് ആണോ, സ്മൈലിംഗ് ഫേസ് ആണോ, ക്രൈയിങ് ഫേസ് ആണോ വേണ്ടേ? ടെൽ മീ. യെസ്, ബാഡ് ഹാബിറ്റ് ആണല്ലേ. നല്ല ഹാബിറ്റാണോ? സ്മൈലിംഗ് ഫേസ് ആണോ വരയ്ക്കേണ്ടത്? നോ, ദിസ് ബാഡ് ഹാബിറ്റ്. എന്താണ്? ക്രൈയിങ് ഫേസ് വരയ്ക്കുക കേട്ടോ. ക്രൈയിങ് ഫേസ് ഇതാണ് ബാഡ് ഹാബിറ്റാണ്. കുറേ ഇരട്ടിയൊക്കെ നമ്മൾ ടി വി കാണാൻ പാടുണ്ടോ? ഇല്ല. അത് ചെയ്യുന്നവരെ ഇപ്പം തന്നെ നിർത്തിക്കോളുക. ഓക്കെ? പിന്നെ അതുപോലെ ഗെയിംസ്, കമ്പ്യൂട്ടറിലും മൊബൈലിലൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നവരെ കേട്ടോ, അത് ഒരു പരിധി കഴിഞ്ഞ് അത് പാടില്ല. രാത്രി എത്രയാണ്? 8 മണിക്കൂർ നമ്മൾ ഉറങ്ങാനുള്ള സമയമാണ് രാത്രി അല്ലേ? ആ സമയത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ? ഇല്ല. ദിസ് ബാഡ് ഹാബിറ്റ്. യു ഹിയർ ഡ്രോ ഏതാണ്? ക്രൈയിങ് ഫേസ്. ഓക്കെ? ആൻഡ് സെക്കൻഡ്, ഗോയിങ് ടു സ്കൂൾ വിത്തൗട്ട് ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്നത്. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകണമെന്നാണ് പറഞ്ഞത്? വി മസ്റ്റ് ഈറ്റ് അല്ലേ? വി മസ്റ്റ് ഈറ്റ്. നിർബന്ധമായിട്ടും കഴിക്കേണ്ട കാര്യമാണത്. ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെങ്കിൽ എന്താവും? വി വിൽ ടയേർഡ്. അപ്പോൾ അതിനോട്ട് എന്ത് വേണം? വി മസ്റ്റ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഹിയർ ഗോയിങ് ടു സ്കൂൾ വിത്തൗട്ട് ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. സോ ഹിയർ പുട്ട് എന്താണ്? ക്രൈയിങ് ഫേസ്. എന്താണ്? രണ്ടാമത്തതും ക്രൈയിങ് ഫേസ് കൊടുക്കുക കേട്ടോ. ബാഡ് ഹാബിറ്റാണ്. ഫസ്റ്റും സെക്കൻഡും ക്രൈയിങ് ഫേസ്. ആൻഡ് തേർഡ്, സൈക്ലിംഗ് എവരി ഡേ. സൈക്ലിംഗ് ഡെയിലി സൈക്ലിംഗ് ചെയ്യുന്നത് എന്താണ്? ഗുഡ് ഹാബിറ്റ് അല്ലേ? സോ തേർഡ് സ്മൈലിംഗ് ഫേസ്. സ്മൈലിംഗ് ഫേസ്. മൂന്നാമത്തെ സ്മൈലിംഗ് ഫേസ് കൊടുക്കുക. സൈക്ലിംഗ് അത് എക്സസൈസ് ആണ്, റെഗുലർ എക്സസൈസ് ചെയ്യുന്നത് ഗുഡ് ഹാബിറ്റ്. ആൻഡ് ഫോർ, ഈറ്റിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അല്ലേ? ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്നത് എന്താണ്? ഗുഡ് ഹാബിറ്റ് ആണ് അല്ലേ? ഈറ്റിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗുഡ് ഹാബിറ്റ്. സോ പുട്ട് ഏതാണ്? സ്മൈലിംഗ് ഫേസ്. ആൻഡ് ലാസ്റ്റ്, സ്റ്റാൻഡിങ് ആൻഡ് സിറ്റിംഗ് സ്ട്രൈറ്റ്. സ്റ്റാൻഡിങ് ആൻഡ് സിറ്റിംഗ് സ്ട്രൈറ്റ്, ഗുഡ് പോസ്റ്റർ. ഏതാണ്? ഗുഡ് ഹാബിറ്റ്. ഹിയർ പുട്ട് സ്മൈലിംഗ് ഫേസ്. അണ്ടർസ്റ്റാൻഡ്? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്രൈയിങ് ഫേസ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് സ്മൈലിംഗ് ഫേസ്. അണ്ടർസ്റ്റാൻഡ്? ആൻഡ് ദെൻ odds. Which of the people do you think are holding a good posture? Why? ഇതിലേതൊക്കെയാണ്? ഇവിടെ കുറേ പിക്ചേഴ്സ് ഉണ്ട് അല്ലേ? രണ്ടുപേരുടെ ഓരോ പെയറായിട്ട് അല്ലേ? 1 2 3 4 5 പെയർ ഓരോ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഗുഡ് പോസ്ചർ? രണ്ടെണ്ണം, ഒന്ന് ബാഡും ഒന്ന് ഗുഡും ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് ഗുഡ് പോസ്ചർ എന്നാണ്? ഏതൊക്കെയാണ്? ഫസ്റ്റ്, ദിസ് 2 boys സ്റ്റാൻഡിങ് അല്ലേ? ഒരു കുട്ടി നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നു, ഒരു കുട്ടി വളഞ്ഞു നിൽക്കുന്നു. ഇതിലേതാണ്? ദിസ് ഗുഡ് പോസ്ചർ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളെ
ദിസ് ഇത് സർക്കിൾ ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ ചിക്ക് ചെയ്യുക ട്ടാ. ദിസ് ബോയ് ഫോളോ ഗുഡ് പോസ്ചർ. ആൻഡ് സെക്കൻഡ് 2 boys സ്ലീപ്പിംഗ് അല്ലേ, 2 കുട്ടികൾ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഇതിൽ ഗുഡ് പോസ്റ്ററായിട്ട് ഉറങ്ങുന്ന കുട്ടിയാണ്. ഈ കുട്ടി നല്ല കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നു, ഈ കുട്ടി വളഞ്ഞു കിടക്കുന്നു അല്ലേ അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഈ ഫസ്റ്റിലെ കുട്ടി ആണ് സ്ട്രെയിറ്റ് ആയിട്ട് ഗുഡ് പോസ്റ്റർ. ഹിയർ യു സർക്കിൾ ഓർ ടിക്ക് ട്ടാ. ഇവിടെ ദിസ് ബോയ് ആൻഡ് ഹിയർ ദിസ് ബോയ്. ആൻഡ് ഹിയർ തേർഡ് 2 girls റണ്ണിങ് അല്ലേ. ഒരു കുട്ടി എന്താണ് വളഞ്ഞോടുന്നു അല്ലേ, ക്യാൻ സി. ആൻഡ് ദിസ് ഗേൾ സ്ട്രെയിറ്റ് റണ്ണിങ്. സോ ദിസ് സ്ട്രെയിറ്റ് റണ്ണിങ് ദിസ് ഗേൾ ഇസ് ഫോളോ ഗുഡ് പോസ്ചർ. ഓക്കെ. ആൻഡ് ഹിയർ 1 girl or boy സിറ്റിംഗ് അല്ലേ, കസേരയിലിരിക്കുകയാണ്. ബോയ് സിറ്റ് സ്ട്രെയിറ്റ് ആൻഡ് ഗേൾ എന്താണ് അൺസ്ട്രെയിറ്റ് അല്ലേ, വളഞ്ഞാണ് ഗേൾ ഇരിക്കുന്നത്. സോ ബോയ് എന്താണ് ഗുഡ് പോസ്റ്റ്, ഫോളോ ഗുഡ് പോസ്ചർ. ബോയ് ഫോളോ ഗുഡ് പോസ്ചർ. ആൻഡ് 2 boys അല്ലേ, 2 men is walking അല്ലേ, 2 മനുഷ്യന്മാർ നടക്കുകയാണ്. അല്ലെ 1 man is straight walking and 1 man is എന്താണ് അൺസ്ട്രെയിറ്റ്. സോ ഏതാണ് ദിസ് ബോയ് ദിസ് മാൻ വാക്കിംഗ് ഇസ് കറക്റ്റ് സ്ട്രെയിറ്റ് പോസ്ചർ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ഫസ്റ്റ് ദിസ് ബോയ് ഫോളോ ഗുഡ് പോസ്ചർ. ഹിയർ ദിസ് ബോയ് ഫോളോ ഗുഡ് പോസ്ചർ. ഹിയർ ദിസ് ഗേൾ ഇസ് ഫോളോ ഗുഡ് പോസ്ചർ. ഹിയർ ദിസ് ബോയ് follow good posture. Here this boy, this man follow good posture. Understand? If you have any doubts, please call me. And next, turn the next page, activity. This is your work. Ta, നിങ്ങളുടെ വർക്കാണ് activity. Here, stick pictures of your favorite game in the wheel given below. Here, can you see one wheel? Yes, here pictures of favorite games. നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിംസ് പിക്ചേഴ്സ് ഇവിടെ ഒട്ടിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിംസുകൾ ഇവിടെ ഒട്ടിച്ച് വയ്ക്കുക. ആൻഡ് ദെൻ ഡു യു എക്സസൈസ് ചെയ്യാറുണ്ടോ നിങ്ങളെ? ടോക്ക് അബൌട്ട് ദി എക്സസൈസ് യു ഡു ടു കീപ് ഫിറ്റ് ആൻഡ് ഹെൽത്തി. നിങ്ങൾ ചെയ്യുന്ന എക്സസൈസിനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ നിങ്ങളുടെ പേരൻസിനോടോ ചർച്ച ചെയ്യാം. അത് നിങ്ങളുടെ ആക്ടിവിറ്റിയാണ്. ഓക്കെ, എന്താണ് ആക്ടിവിറ്റി? ഏതൊക്കെയാണ്? ഫസ്റ്റ് ഫേവറേറ്റ് ഗെയിംസുകൾ ഇവിടെ ഈ വീലിൽ ഒട്ടിക്കുക. സെക്കൻഡ് എന്താണ് നിങ്ങൾ ചെയ്യുന്ന എക്സസൈസിനെ കുറിച്ച്. ഡെയിലി എക്സസൈസ് ചെയ്യണം, കമ്പൽസറിയാണ്. അപ്പോൾ ചെയ്യുന്ന എക്സസൈസിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. നിങ്ങളുടെ പേരൻസിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ചർച്ച ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ചാപ്റ്റർ. അങ്ങനെ ഓവറായിട്ടുണ്ട്. അപ്പം എന്തൊക്കെയായിരുന്നു നമ്മുടെ 2 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 4 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കംപ്ലീറ്റ് ആക്കി അല്ലേ. 4 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു. പിന്നെ എക്സസൈസ് പാർട്ട് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ നന്നായിട്ട് പഠിക്കുക. അതുപോലെ ഈ ഇത് കറക്റ്റ് ആൻസർ എടുത്തെഴുതുന്ന ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ അത് പരീക്ഷയ്ക്ക് വരും. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, അങ്ങനെ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് കാണാം. Okay, I wind up now. See you in the next class. Thank you.